സാരി ഗ മ പ പ. ഈ പാ എവിടെ പോയി? ആ വലിയ സാമ്യോ എന്തേ? ഞാൻ അനന്തിനെ അന്വേഷിച്ചു വന്നതാ. അവിടെ ഇല്ലേ? ഇല്ല. എന്നാ പുറത്തെവിടെയും പോയി കാണും. സാമി ഇരിക്കും. സാരി ഗ മ പ പ. ഒരു പാ ഇല്ലല്ലോ. പാ ഇല്ലേ? ഇല്ല. ഇല്ലേ? പാ ഇല്ലേ? ഇത്രയും കാലം നിങ്ങളോട് താമസിച്ചിട്ട് ഒരു പായ വാങ്ങി വെക്കാൻ പറ്റില്ല, വലിയ കഷ്ടത്. അങ്ങനെയല്ലാന്ന്, അതിന് ഇഷ്ടം പോലെ പായും കറിക്കൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ആ പാ അല്ലത്. ഇത് സരിഗമപ്പ ഗമ വരെ ഓക്കെ. സരിഗമപ്പ പാ കേട്ടില്ല, ശവം പോലെ എടുത്ത് കണ്ടില്ല നിങ്ങള്? എപ്പോഴാ പോയത്? ഇന്നലെ. ഇന്ന് രാവിലെ പൊറ്റെടുത്ത് നോക്കുമ്പോ പാല്ല. അത് ശരി. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇതെന്താ കൊലക്കേസറ്റാ? ഇതിലൊരു അക്ഷരം പോയതാന്ന്. ഇതിനെ പറ്റി വല്ലതും അറിയോ? ഓ ഇതിലപ്പാ. അത് ശരിയാക്കി തരാം, എനിക്കറിയാതെ. പ്രശ്നമല്ല, ഇത് ഹാർമോണിയം അല്ലേ? പിന്നെന്താ, ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്ത്. ചെറുതല്ല, വലുത് തന്നെ. ആയിക്കോട്ടെ. മതി, ഇതൊന്നും പ്രശ്നമല്ല. നീങ്ങിക്ക്. ഞാൻ തരാം, പേടിക്കുന്ന ഓരോന്ന് ഞാൻ തരാം. പിടിച്ചോ. എന്താ ഉണ്ട്? എന്താ സ്വാമി നിങ്ങൾ ഇങ്ങനെ കുലുക്കി നോക്കണ്? പാവം പാതില് വീണെടുക്ക. കേട്ടാ കേട്ടാ. ഇതാണ് പാ. நாங்க இவட வந்ததிலிருந்தே எனக்கு தெரியும். புகழ்த்தி பறையானு நினைக்காதீங்க. ഇത്ര അടക്ക ഒതുക്കുള്ള ഒരു പൊണ്ണെ ഞാൻ പാത്തതേ കിടയാതെ. ഞാൻ ചോദിച്ച 15 രൂപ ഇങ്ങ് തന്നാട്ടെ. 15 രൂപയോ? 5 പൈസ തരത്തില്ല. അപ്പൊ തരില്ലേ? ഇല്ല. മേടിക്കാവുന്ന ഞാനും നോക്കട്ടെ. എന്നാ ഞാനൊന്ന് മേടിച്ചാട്ടെ. എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ്. നീ വരുമോ? ഈ മനുഷ്യനെ ആവശ്യമില്ലാതെ அனந்தா, உனக்கு தெரியுமாடா இவங்களே எல்லாம்? இல்ல. நம்ம ஒற்றப்பாலத்துல குடியிருக்கும் போது பக்கத்து வீட்டு கோபால மாஷன் ஒருத்தர் இருந்தாரே, அவங்க புள்ளதாண்டா இது சிவராம. அப்படியா? ஆமா. எதுக்காக அவருக்கு வந்தமா? நம்ம பிந்து இல்ல, அவளை பொண்ணு பார்க்க வந்திருக்காரு. அப்படியா? நம்ம பிந்துவா? டேய் உள்ள போடா. பெரியவங்க பேசும்போது உனக்கு என்னடா இங்க வேலை? போய் படியடா, நான் காபி போட்டுட்டு வரேன். நீ வருமோ? தமாஷா வருதே. உட்காருங்க. Sit down. Excuse me. 1 minute. ഇപ്പൊ വരാം. വരൂ, ഒരു കാര്യം പറയട്ടെ. നല്ല വീടല്ലേ? അതെ. നിന്റെ ബ്രോക്കർ പണി ഇന്നത്തോടെ തേണ്ടി. അടിയോടടി അടിയോടടി തകിലടി തപ്പടി താളം കൂട്ടിയടി മെതിയടി ചെകിടടി കയ്യടി കാലടി മുഖമടി ചാഞ്ഞടി. അതെ, ഭീകരിയായ മനുഷ്യസ്ത്രീ 2 മനുഷ്യാത്മാക്കളെ തേടി നടന്നു വരികയാണ്. ജീവിതത്തിന്റെ മോഹഭംഗങ്ങളിൽ, ദാരിദ്ര്യത്തിന്റെ സമ്പന്നതയിൽ ഇതൊന്നും അറിയാത്ത പാവം മനുഷ്യർ അവരുടെ താവളങ്ങളിൽ പാട്ടുപാടി ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ഇവിടെ അവൾ ആ താവളത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. അതും ഞാനോ? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഇപ്പോ വരാം. ഞങ്ങൾക്കൊരു പരാതിയില്ല. നമസ്കാരം. അയ്യോ, അടിയോടടി അടിയോടടി തകിലടി തപ്പടി താളം കൂട്ടിയടി നെതിയടി ചെകിടടി കയ്യടി കാലടി മുഖമടി ചാഞ്ഞടി. ചെല്ലിയല്ലേ, ഒരു പരുവ വാങ്ങിയിട്ടുണ്ട്. ആരെ? നിങ്ങളുടെ ആളെ തന്നെ. ചെല്ല്.
സ്വാമി ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യുമെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയ്യോ എന്ത് ചെയ്തി? ആ എസ്ഐയുടെ സഹോദരിയെ പറ്റി ഞങ്ങൾ പറഞ്ഞത് വെറുതെയാ. അയ്യോ, ഒരു കഥാപ്രസംഗ വേദിയിലായിരുന്നു സംഭവിച്ചെങ്കിൽ എത്ര മനോഹരമായിരുന്നു. കമ്പ്യൂട്ടർ എന്നെ ചതിച്ചു. ഇക്കാര്യം കമ്പ്യൂട്ടർ എന്നോട് പറഞ്ഞില്ല. നീ സബൂറാക്ക്. ഈ പുതിയ കഥ ഞാനിനി അവിടെ അവതരിപ്പിക്കും. എങ്ങനെ അവതരിപ്പിക്കും? അല്ലോ, 6 മാസം കഴിഞ്ഞേ എനിക്ക് വെളിക്കിറങ്ങാൻ നോക്കൂ. അയ്യോ, മുറിവാന്നോ? അല്ല, അറിവാ. പോടോ വന്റെ പൊട്ടരെ. അയ്യേ, ഇങ്ങനെ കരഞ്ഞാലോ? ഛേ, എന്താ നിഷ ഇത്? ഒരു മാപ്രസിദ്ധീകരണത്തിലെ നായകനെ പോലെ നിന്നെയും കൂട്ടി മദ്രാസിലെ കോടമ്പക്കത്തേക്ക് ഒളിച്ചോടാൻ ഞാൻ തയ്യാറല്ല. എക്സാം കഴിയുന്നതിന് മുമ്പായി അന്ത്യവുമായി നമുക്കൊരു തീരുമാനമെടുക്കാം. ഇപ്പൊ നിഷ പോകും. എനിക്ക് പേടിയാവുന്നുണ്ട് ഗണപതി ചേട്ടാ. ഛേ, നിഷ ധൈര്യമായി പോകും. ഞാനല്ലേ പറയുന്നത്. നീ സ്കൂളിൽ പോയിരുന്നു. സ്കൂൾ ടൈമിൽ നിന്നെ കാണാൻ പാടില്ലാത്ത ചുറ്റുപാടിൽ വെച്ച് ഞാൻ കണ്ടല്ലോ. അസാൻമാർഗിക പ്രവർത്തനമെന്നാണോ എന്റെ അണ്ണൻ ഉദ്ദേശിക്കുന്നത്? വിളിക്കാൻ നോക്കണ്ട. ഏതാ പെണ്ണ്? അതാണോ കാര്യം? അവൾ എന്റെ ഗേൾഫ്രണ്ട് ആണ്. കഴിഞ്ഞ 4 വർഷങ്ങളായി ഞങ്ങൾ പ്രണയബദ്ധരാണ്. അപ്പൊ സാറ് 3ാം സ്റ്റാൻഡേർഡ് മുതൽ തുടങ്ങിയോ? ഛേ, അതൊരു മാനസിക വളർച്ചയുടെ പ്രശ്നമാണ്. എനിക്ക് പ്രേമിക്കാൻ ഒരു മൂന്നാമന്റെ ആവശ്യമില്ല. ഓ, അത് ശരി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ നടനമാടിക്കൊണ്ടിരിക്കുന്ന 4ാംകിട പ്രേമ നാടകം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അവന്മാരെ കണ്ടാൽ അറിഞ്ഞുകൂടെ തട്ടിപ്പുകാരാണെന്ന്? തനി തട്ടിപ്പുകാര്. ഇക്കാര്യത്തിൽ അണ്ണനൊരു ശിശുവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സംഭവമാകെ ചളമാക്കി കളഞ്ഞില്ലേ? ചവിട്ടി തേച്ച് കുളമാക്കി കളഞ്ഞു. അതിനൊക്കെ അതിൻ്റെതായ രീതിയുണ്ട്. എന്ത് രീതി? കക്ഷി പോകുന്ന വഴിക്ക് വലയും കെട്ടി വലച്ചരടുമായി മാറി നിൽക്കണം. കുടുങ്ങി എന്നൊക്കെ ആദ്യം തോന്നും. പക്ഷെ വല വലിക്കരുത്. ശരിക്കും കുടുങ്ങി കഴിയുമ്പോ ഒരൊറ്റ വലി ആള് വീണിരിക്കും. പിന്നെ കക്ഷി പോണമെങ്കില് നമ്മൾ വല അഴിച്ചു വിടണം. അതിപ്പോ വല എവിടെ കെട്ടും? ഈ കക്ഷി ഒറ്റയ്ക്ക് പോകുന്ന ചില സ്ഥലങ്ങൾ അണ്ണൻ അറിയില്ലേ? കണ്ടുപിടിക്കാം. എങ്കിൽ തയ്യാറായിക്കോളൂ. ലതീഷ. ഹായ്. എന്താ ഇവിടെ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയാലോ. ഐ ലവ് യു. വിജയലക്ഷ്മിയുടെ ബ്രദറാണെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും ഫ്രീ ആയത്. അത് മിസ്യൂസ് ചെയ്യരുത്. ഇനി ഇങ്ങനെ പെരുമാറിയാൽ എന്തായി അണ്ണ? ആകെ നാശമാക്കിയെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഡെസ്പാകുന്നവർക്ക് പറ്റിയതല്ല ഈ പണി. എന്തും നേരിടാനുള്ള ചങ്കൂറ്റം വേണം. ഏതായാലും അണ്ണൻ നനഞ്ഞിറങ്ങി. ഇനി കുളിച്ചു കയറുക. തളരരുത്. വിടാതെ പിന്തുടരണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
ഇന്ന് 10-ാം തീയതിയായി, കടയിലെ കണക്ക് തീർത്തിട്ടില്ല. ഞാൻ എനിക്ക് കാശ് വേണം. നാളെ തരാം. സത്യമാണോ? ഷുവർ. ശരി, ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി എന്റെ സ്വഭാവം മാറും. ഒരു പാഴ്സൽ ഉണ്ട്, അതിലൊരു ഒപ്പിട്ടെ. ഹലോ, വാട്ട് കാൻ ഐ ഡു ഫോർ യു? Can you love me? അല്ല, എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? I love you. ഹലോ ഹലോ. യെസ്. ലതീഷ, ഇത് ഞാനാ, അനന്തു. ദയവ് ചെയ്ത് ഫോൺ ഡിസ്കണക്ട് ചെയ്യരുത് പ്ലീസ്. ഓ ജീസസ്, അനന്തന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പ്ലീസ് ലീവ് മീ അലോൺ. ലതീഷ അങ്ങനെ പറയരുത്. ഇത് ശരിക്കും ഭ്രാന്താ. അതെ, ഭ്രാന്ത് തന്നെയാ. എനിക്ക് ലതീഷില്ല ജീവിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ മരിക്കുന്നതാ നല്ലത്. മരിക്കാം, പക്ഷെ എങ്ങനെ മരിക്കണമെന്ന് ലതീഷ പറയണം. ഓ, അത് സിമ്പിൾ അല്ലേ? കടൽപ്പാലത്തിൽ നിന്ന് താഴേക്ക് ചാടിയാ മതി. ചാടാം, പക്ഷേ അപ്പോൾ ലതീഷ എന്നോടൊപ്പം ഉണ്ടാവണം. ഓ ഷുവർ. വൈകിട്ട് 5 മണിക്ക് ഞാൻ അവിടെ എത്തിക്കോളാം. ഇത് കളിയല്ല. ഞാൻ 1 മുതൽ 3 വരെ എണ്ണും. 1 2 3. ഒരു ചാൻസ് കൂടെ തരുന്നു. അതിനിടയ്ക്ക് മനസ്സുമാണെങ്കിൽ മാറിക്കോ. ഞാൻ പറഞ്ഞില്ലേ ചാടിക്കോളാൻ. I love you. അനന്തു, 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 അനന്തു. അനന്തു, 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 I love you, അനന്തു. അനന്തു, I love you, അനന്തു. അനന്തു, please. അനന്തു, I love you, അനന്തു, please. I love you, അനന്തു.